السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدى هدى محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ഒരിക്കൽ കൂടെ വ്യാഴാഴ്ച ദിവസത്തിൽ അല്ലാഹുവിന്റെ കലാം പഠിക്കാൻ നമുക്ക് സൗഭാഗ്യം ലഭിച്ച് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ആദ്യമായിട്ട് ജീവിതത്തിൽ പരമാവധി അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. സാധാരണ സ്കൂളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മുമ്പിലിരിക്കുന്ന അധികം ആളുകൾ പ്രായമായതുകൊണ്ട് തന്നെ ഓരോ ആയത്തുകളും വിശദീകരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പഠനത്തിൻ്റെ രൂപം. സത്യത്തിൽ ബോർഡിൽ ആയത്തുകൾ എഴുതി കൊടുത്ത് അർത്ഥം പറഞ്ഞു കൊടുത്ത് ആ രൂപത്തിലുള്ള ഒരു കാലമൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. എങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിൽ എഴുത്തും ചോദ്യവും പരീക്ഷയും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആളെ കിട്ടാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു രൂപത്തിലേക്ക് നമ്മുടെ പ്രോഗ്രാമിനെ മാറ്റാനുള്ള കാരണം. ഇതാകുമ്പോൾ നമുക്ക് ഒരായത്ത് ഹദീസ് ഒക്കെ ചർച്ച ചെയ്തു പോകാം. ഏതായാലും ഇഹത്തിലും പരത്തിലും ഉപകാരപ്പെടുന്ന ഒരു സംഗമമാക്കി അല്ലാഹു മാറ്റട്ടെ. നമ്മുടെ സൂറത്ത് ഹജ്ജിന്റെ സിലബസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സിലബസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരീക്ഷ ഈ വരുന്ന 14-ാം തീയതിയാണ്. അധികം ദിവസമൊന്നുമില്ല. മുൻകൂട്ടി പരീക്ഷയ്ക്ക് വേണ്ടി രജിസ്റ്റർ നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും. ഇന്നാണ് അവസാന രജിസ്റ്റർ ചെയ്യാനുള്ള സമയം പറഞ്ഞിട്ടുള്ളത്. ആരെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് ചെയ്താൽ ഇന്ന് പരീക്ഷ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ കഴിയും. 50 രൂപയാണ് ഒരാൾക്ക് പരീക്ഷ എഴുതാനുള്ളത്. അപ്പോൾ നിങ്ങളതിന് ഒരു താല്പര്യം കാണിക്കണം എന്ന് അറിയിക്കുകയാണ്. അതോടൊപ്പം ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, സൂറത്ത് ഹജ്ജ് എന്തായാലും കഴിയില്ല. അതിന്റെ കാരണം നമ്മൾ തുടങ്ങിയത് തന്നെ ഒരുപാട് വൈകിട്ടാണ്. ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങിയത്. സിലബസ് ഒക്കെ ആണെങ്കിൽ എത്രയോ കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങിയത് തന്നെ. അതിനിടയ്ക്ക് പിന്നെ റമദാൻ വന്നു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ലീവുകൾ വന്നു. ഏതായാലും നിങ്ങൾ പരീക്ഷ എഴുതുന്ന ആളുകൾ സ്വന്തമായി പഠിച്ച് പരീക്ഷ എഴുതുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഇനി ഈ ഒരു പരീക്ഷ കഴിഞ്ഞാൽ സൂറത്ത് മുഅ്മിനൂൻ ആണ് അടുത്ത അധ്യായം. അടുത്ത സിലബസ് പാഠപുസ്തകങ്ങൾ ഒക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പരീക്ഷ കഴിഞ്ഞ ഉടനെ നമ്മുടെ ക്ലാസ് എങ്ങനെ പോകണം എന്നൊരു ചർച്ച നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാകണം എന്നറിയിക്കുകയാണ്. ഇതന്നെ തുടരണോ അതല്ല ഏതായാലും പിന്നെ ഈ അധ്യായം ഇവിടെ അവസാനിപ്പിച്ച് ഇവിടെ നമ്മുടെ പരീക്ഷയോട് കൂടി അവസാനിപ്പിച്ച് അടുത്ത സിലബസിലേക്ക് നമ്മൾ പ്രവേശിക്കണോ? അടുത്ത സിലബസിലേക്ക് പ്രവേശിച്ചാൽ അടുത്ത സിലബസെങ്കിലും നമുക്ക് പൂർണ്ണമായിട്ട് ക്ലാസ് എടുത്ത് തീർക്കാൻ കഴിയും എന്നൊരു പ്രയോജനം അതിലുണ്ട്. അപ്പൊ നിങ്ങളിൽ നിന്നൊരു ചർച്ച ഉണ്ടാകണം എന്ന് അറിയിക്കുകയാണ്. നമുക്ക് സൂറത്ത് ഹജ്ജിൽ ബലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആയത്ത് തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏകദേശം പരിശുദ്ധ ഖുർആനിൽ
7ഓളം സ്ഥലങ്ങളിൽ ഏകദേശം ബലികർമ്മവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. 7ഓളം സ്ഥലങ്ങളിൽ ഹദി എന്ന പേരിലും നെഹ്റു എന്ന പേരിലും ഒക്കെ ആയിട്ട്. അതിൽ 2-3 ആയത്തുകൾ സൂറത്ത് ഹജ്ജിൽ തന്നെ വന്നിട്ടുണ്ട്. ഏകദേശം 34 മുതലുള്ള ആയത്തുകൾ, 34, 35, 36, 37 ആയത്തുകളൊക്കെ ബലികർമ്മവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ശ്രേഷ്ഠമായ ഒരു കർമ്മമാണ്, ഒരു ഇബാദത്താണ് എന്ന് നമ്മൾ അറിയണം. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് 35 ആയത്ത് വരെയാണ് നമ്മൾ പഠിച്ചത്. അവസാനം അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ നമ്മൾ ആദരിക്കണം, അതാണ് നമ്മൾ പഠിച്ചു വെച്ചത്. അള്ളാഹുവിന്റെ ചിഹ്നങ്ങൾ അത് വസ്തുക്കളുണ്ട്, ദിവസങ്ങളുണ്ട്, മാസങ്ങളുണ്ട്, സ്ഥലങ്ങളുണ്ട്, അവാമിറുകൾ, അള്ളാഹുവിന്റെ കൽപ്പനകൾ. സ്ഥലം എന്ന് പറഞ്ഞ പള്ളി, അത് അള്ളാഹുവിന്റെ ചിഹ്നാണ്, ഷായിറുദയാണ്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം, ദുൽഹിജ്ജ, ദുൽഖഅദ്, ഇതുപോലെ വ്യത്യസ്ത രൂപത്തിലാണ് അള്ളാഹു ആദരിച്ച വസ്തുക്കൾ ഉള്ളത്. അതുപോലെ തന്നെ നിസ്കാരം, ഇബാദത്ത്, ആ കൂട്ടത്തിൽ ബലികർമ്മം, അള്ളാഹുവിന്റെ കൽപ്പനകൾ മുഴുവൻ ഷായിറുദയിലാണ് പണ്ഡിതന്മാർ വളരെ കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതിനെ നമ്മൾ ആദരിക്കണം. അഥവാ അള്ളാഹു എന്താണോ നിർദ്ദേശിച്ചത് അതുപോലെ നമ്മൾ സ്വീകരിക്കുക. അത് എന്തിന്റെ അടയാളമാണ്? ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ഹൃദയത്തിന്റെ ഉള്ളിൽ ഈമാൻ ഉണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ഒരു മാർഗമാണ് അവർ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ആദരിക്കും എന്നുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. എന്നിട്ട് നേരെ അള്ളാഹു ബലികർമ്മത്തിലേക്ക് പ്രവേശിച്ചു. ആ ബലികർമ്മവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പല കാര്യങ്ങളും വിശദീകരിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മുൻകാലക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇബാദത്തിന്റെ വിഷയത്തിൽ, കർമ്മങ്ങളുടെ വിഷയത്തിൽ അവർക്ക് വ്യത്യസ്ത രൂപങ്ങളായിരുന്നു. നിസ്കാരം 2 വഖ്ത് മാത്രമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ പല രൂപത്തിലും നിസ്കാരത്തിന്റെയും നോമ്പിന്റെയും ബലികർമ്മത്തിന്റെയും ഒക്കെ വിഷയത്തിൽ വ്യത്യസ്ത രൂപങ്ങളായിരുന്നു. അതൊക്കെ നമ്മൾ വിശദീകരിച്ചു. കർമ്മങ്ങളുടെ രൂപത്തിൽ ഈ വ്യത്യസ്തത ഉണ്ടെങ്കിലും ഫഇലാഹുക്കും ഇലാഹുൻ വാഹിദ് ഫലഹു അസ്ലിമു വബശ്ശിരിൽ മുഖ്ബിതീൻ. തൗഹീദിന്റെ വിഷയത്തിൽ ആ വ്യത്യസ്തത ഉണ്ടായിരുന്നില്ല. കർമ്മങ്ങളുടെ രൂപത്തിന്റെ വിഷയത്തിൽ മാത്രമായിരുന്നു വ്യത്യാസം ഉണ്ടായിരുന്നത്. ശിർക്ക് അവസാനം വന്ന പ്രവാചകരും പഠിപ്പിച്ചത്, ആദ്യം വന്ന റസൂലും പഠിപ്പിച്ചത് ഒരേ രൂപമായിരുന്നു. തൗഹീദും ഒരേ രൂപമായിരുന്നു. ഈ ആദർശത്തിന്റെ വിഷയത്തിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിഷയത്തിൽ, ഈമാനിന്റെ വിഷയത്തിൽ ഒരു വ്യത്യാസം പ്രവാചകന്മാർ പഠിപ്പിച്ച വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. ഏതായാലും ഏത് രൂപത്തിലുള്ള കർമ്മങ്ങൾ അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും അള്ളാഹു ഏതൊരു രൂപമാണോ പഠിപ്പിച്ചത് ഫലഹു അസ്ലിമു, അത് നിങ്ങൾ അനുസരിച്ച് അതുപോലെ ചെയ്ത് നിങ്ങൾ മുസ്ലിമായിട്ട് ജീവിക്കണം. വബശ്ശിരിൽ മുഖ്ബിതീൻ, വിനയാനിതരായ ആളുകൾക്ക് നബിയെ സന്തോഷ വാർത്ത അറിയിക്കണം. ആരാണ് ആ വിനയാനിതരായ ആളുകൾ? അള്ളാഹുവിനെ ധാരാളമായിട്ട് ഓർക്കുന്നവരാണ്. അള്ളാഹുവിനെ ഓർമ്മ വരുമ്പോൾ അവരുടെ ഹൃദയം വിറക്കും. തെറ്റുകുറ്റങ്ങളിലേക്ക് അവർ പോവുകയില്ല. അവരുടെ മനസ്സിങ്ങനെ പോകുമ്പോഴേക്കും അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത വന്ന് ഹറാമിൽ നിന്ന് മാറി നിൽക്കുന്നവരായിരിക്കും. ജീവിതത്തിൽ എന്ത് ആപത്ത് മുസീബത്ത് വന്നാൽ ക്ഷമിക്കുന്നവരായിരിക്കും. നിസ്കാരം നിലനിർത്തുന്നവരായിരിക്കും. അള്ളാഹു നൽകിയതിൽ നിന്ന് സമ്പത്ത് ചെലവഴിക്കുന്നവരായിരിക്കും. ഈ ആയത്തൊക്കെ വിശദീകരിക്കുമ്പോൾ നമ്മുടെ ഇൻവേർട്ടറുമായി ബന്ധപ്പെട്ട് ചർച്ചകളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. നമുക്ക് പിന്നെ ആവശ്യമുണ്ട്, അതിന്റെ ആവശ്യകതയൊക്കെ സൂചിപ്പിച്ചിരുന്നു. അൽഹംദുലില്ലാ, ഇവിടെ നിന്ന് കേട്ടത് ആ സംവിധാനം നമുക്ക് തയ്യാറായിട്ടുണ്ട്. കഴിഞ്ഞ പെരുന്നാൾ ഖുതുബയിൽ പോലും നമുക്ക് അത് ഉപകാരപ്പെട്ടു. ഇന്ന് നമുക്ക് മെസ്സേജ് വന്നത് മഴ പെയ്താലും കറണ്ട് പോയാലും നമുക്ക് അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ട് എങ്കിൽ പ്രോഗ്രാം നടത്താൻ കഴിയും, അതിനുള്ള സൗകര്യമുണ്ട് എന്നാണ്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കെല്ലാം, ശരീരവും സമ്പത്തും ചെലവഴിച്ചവർക്കെല്ലാം അല്ലാഹു തക്കമായ പ്രതിഫലം നൽകട്ടെ. നാളെ ഖബറിലും പരലോകത്തും അത് ഉപകാരപ്പെടുന്ന ഒരു കർമ്മമായി അല്ലാഹു സ്വീകരിക്കട്ടെ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അവസാനമായിട്ട് പറഞ്ഞു വെച്ചത്. 36-ാമത്തെ ആയത്ത് ഇപ്രകാരമാണ്: വൽബുദ്ന ജഅൽനാഹാ ലക്കും മിൻ ശആഇരില്ലാഹി ലക്കും ഫീഹാ ഖൈർ ഫദ്കുറു സ്മല്ലാഹി അലൈഹാ സവാഫ് ഫഇദാ വജബത് ജുനൂബുഹാ ഫകുലൂ മിൻഹാ വഅത്ഇമുൽ ഖാനിഅ വൽമുഅ്തർ കദാലിക സഖർനാഹാ ലക്കും ലഅല്ലകും തശ്കുറൂൻ ലൻ യനാല അല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും കദാലിക സഖറഹാ ലക്കും ലിതുകബ്ബിറു അല്ലാഹ അലാ മാ ഹദാകും വബശ്ശിരിൽ മുഹ്സിനീൻ. ഈ ആയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത് ബലികർമ്മവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും ഈ കർമ്മത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചിട്ടുണ്ട്. ഒട്ടനവധി സ്ഥലങ്ങളിൽ സൂറത്ത് ഹജ്ജിനാണ് വിശദീകരിച്ചത്. അത്ര ശ്രേഷ്ഠമായ കർമ്മമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഇബാദത്തുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ചത്. കഴിവുണ്ടായിട്ട് ബലികർമ്മം നിർവഹിക്കാത്തവൻ, ഉദൂഹിയ്യത്ത് അറക്കാത്തവൻ പെരുന്നാൾ നമസ്കാരത്തിന് നമ്മുടെ മുസല്ലയിലേക്ക് വരേണ്ടതില്ല എന്ന് ഗൗരവത്തിനാണ് സൂചിപ്പിച്ചത്. അതുകൊണ്ട് ആ ഒരു വിഷയം വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ നമ്മൾ മനസ്സിലാക്കുകയും
ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ വർഷം കഴിഞ്ഞു പോയ വർഷങ്ങളിലൊക്കെ ഒരുങ്ങിയിട്ടില്ല എങ്കിൽ അടുത്തൊരു വർഷത്തിൽ അതിനുവേണ്ടി ഒരുങ്ങാനുള്ള ഒരു മനസ്സെങ്കിലും വെക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ബദൻ എന്ന പദം കൊണ്ടുദ്ദേശിക്കുന്നത് ഒട്ടകം അതുപോലെയുള്ള വലിയ വലിയ മൃഗങ്ങളെയാണ് ബദൻ എന്ന പദം കൊണ്ടുദ്ദേശിക്കുന്നത്. ഈ മൃഗങ്ങളെ, ഈ വലിയ മൃഗങ്ങളെ അള്ളാഹുവിന്റെ മതചിഹ്നങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി തന്നു, നിശ്ചയിച്ചു തന്നു. നമ്മൾ സൂചിപ്പിച്ചല്ലോ, ഹൃദയത്തിന്റെ ഉള്ളിൽ തഖ്വയുള്ളവൻ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ആദരിക്കുമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അത് ആ വിഷയം നമ്മൾ ഉദൂഹിയത്തുമായി, ബലിമൃഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവിടെ ബലിമൃഗത്തെ നമ്മൾ വാങ്ങുന്ന സമയത്ത് വില കുറച്ച് കാണാൻ പാടില്ല. വില കുറച്ച് കാണുന്നവരുണ്ട്. എന്ത് മുടന്തായാലും വേണ്ടില്ല, എന്ത് രോഗമായാലും വേണ്ടില്ല, പ്രായം എത്രയായാലും വേണ്ടില്ല, എന്റെ അടുത്തൊന്നും കുറെ പൈസ ഒന്നുമില്ല എന്ന രൂപത്തിൽ, അല്ലെങ്കിൽ ഉള്ള പൈസ ഒന്നും ചെലവഴിക്കാതെ പിശുക്ക് കാണിച്ച് ബലികർമ്മത്തിന്റെ വിഷയത്തിൽ പിശുക്ക് കാണിക്കുന്ന ആളുകൾ, അതൊന്നും ആ വിഷയത്തിൽ സ്വീകരിക്കാൻ പാടില്ല. അങ്ങനെ എത്ര വിലപിടിപ്പുള്ളതാണെങ്കിലും നല്ലതിനെ നമ്മൾ വാങ്ങിയിട്ട് അതിനെ നമ്മൾ വളർത്തണം, അതിനെ നമ്മൾ പോറ്റണം, അതിന് വേണ്ടുന്ന ഭക്ഷണപാനീയങ്ങൾ കൊടുക്കണം. സഹാബത്തൊക്കെ ബലിമൃഗത്തെ പോറ്റുന്ന വിഷയത്തിൽ, അവരെ തടുപ്പിക്കുന്ന വിഷയത്തിൽ വളരെയധികം താല്പര്യം കാണിക്കുമായിരുന്നു എന്നൊക്കെ നമുക്ക് തഫ്സീറുകളിൽ വളരെ കൃത്യമായി കാണാൻ കഴിയും. അതിൽ നിന്നൊക്കെ നമുക്ക് ഉപകാരങ്ങൾ എടുക്കാം. ആ ബലിമൃഗത്തോട് നമുക്ക് ആദരവുണ്ടാകണം, ബഹുമാനമുണ്ടാകണം. കാരണം അത് മതചിഹ്നങ്ങളിൽ പെട്ടതാണ് എന്ന് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുകയാണ്, യഖൂലു തആല മുംതന്നൻ അലാ ഇബാദിഹി ഫീമാ ഖലഖ ലഹും മിനൽ ബുദനി വജഅലഹാ മിൻ ശആഇരി. ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ബദലുകളെ, വലിയ വലിയ ഒട്ടകം, പശു പോലെയുള്ള മൃഗങ്ങളെ അല്ലാഹുവിന്റെ മതചിഹ്നങ്ങളിൽ ഉൾപ്പെടുത്തി എന്നാണ് ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത്. മഹാനായ പറയുകയാണ്, ബുദൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ ബഖറു വൽ ഇബ്ലു, ഒട്ടകം, പശു പോലെയുള്ള മൃഗങ്ങളാണ്. എന്നാൽ മുജാഹിദ് റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇന്നമൽ ബുദനു മിനൽ ഇബ്ലി, ഒട്ടകത്തിൽ മാത്രമേ ബുദൻ എന്ന് പറയുകയുള്ളൂ, ഒട്ടകത്തെ കുറിച്ച് മാത്രമേ ബുദൻ എന്ന് പറയുകയുള്ളൂ എന്ന് മുജാഹിദ് റഹിമഹുല്ലാഹ് പറഞ്ഞു. എന്നാൽ ഈ തഫ്സീറുകളൊക്കെ വെച്ച് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞു, അമ്മാ ഇത്ലാഖുൽ ബദനത്തി അലൽ ബഈരി ഫമുത്തഫഖുൻ അലൈഹി വഖ്തലഫു ഫിൽ ബഖരി വൽ അസഹു അന്നഹാ തുത്ലഖു അലൈഹാ ശർഅൻ. ഈ ബദൻ എന്ന് വിളിക്കുന്നത് ഒട്ടകത്തെ മാത്രമാണ് എന്ന് പണ്ഡിതന്മാർക്കിടയിൽ അംഗീകരിച്ച വിഷയമാണ് എങ്കിൽ പോലും വഖ്തലഫു ഫിൽ ബഖരി, ഈ ബദൻ എന്ന പദത്തിൽ ആ വാക്കിൽ പശു വരുമോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. വൽ അസഹു, ഏറ്റവും സ്വീകാര്യമായത്, സ്വഹീഹുണ്ടാവും അസഹുണ്ടാകും. അപ്പൊ നമ്മൾ സ്വീകരിക്കേണ്ടത് അസഹിനെയാണ്. വൽ അസഹു അന്നഹാ തുത്ലഖു അലൈഹാ ശർഅൻ, ശരിയായ സ്വീകാര്യമായ ഏറ്റവും ബലമായ അഭിപ്രായം ബദൻ എന്ന പദത്തിൽ ഒട്ടകത്തെയും ഉൾപ്പെടുത്താം, അതുപോലെ വലിയ വലിയ പശു പോലെയുള്ള മൃഗങ്ങളെയൊക്കെ വിളിക്കാം എന്നാണ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് വിശദീകരിച്ചിട്ടുള്ളത്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ലക്കും ഫീഹാ ഖൈർ, അതിൽ നിങ്ങൾക്ക് ധാരാളം ഉപകാരങ്ങളുണ്ട്. ആ ഉപകാരങ്ങൾ നമ്മൾ ബലി നിർവഹിക്കുന്നതിന് മുമ്പുമുണ്ട്, ബലി നിർവഹിച്ചതിന് ശേഷവുമുണ്ട്. ബലി നിർവഹിക്കുന്നതിന് മുമ്പുള്ള നേട്ടം എന്താ? ആ ബലിമൃഗത്തിന്റെ മുകളിൽ നമുക്ക് യാത്ര ചെയ്യാം. പണ്ഡിതന്മാർ വിശദീകരിച്ച മുജാഹിദ് റഹിമഹുല്ലാഹ് പറഞ്ഞത് അജ്റുൻ വ മനാഫിഅ എന്നാണ്. ഈ ആയത്തിനെ ലക്കും ഫീഹാ ഖൈർ എന്ന ആ റബ്ബിന്റെ വാക്യത്തെ വിശദീകരിച്ചത് അജ്റുൻ, നിങ്ങൾക്ക് അതിൽ ധാരാളം പ്രതിഫലമുണ്ട്. ഒരു നമ്മൾ ആയിരങ്ങൾ പതിനായിരങ്ങൾ മുടക്കിയിട്ട് ഒരു മൃഗത്തെ നമ്മൾ വാങ്ങി അതിനെ ബലി നിർവഹിച്ച് സാധുക്കൾക്ക് നമ്മൾ കൊടുക്കുക എന്നുള്ളത് അല്ലാഹുവിന്റെ അടുക്കൽ നിസ്സാരമായ വിഷയമായിട്ട് നമ്മൾ കാണരുത്. വമ്പിച്ച പ്രതിഫലമാണ് അവരുടെ മനസ്സ് നോക്കി അല്ലാഹുവിന്റെ അടുക്കലുള്ളത്. ഈ ഒരു വമ്പിച്ച പ്രതിഫലം നേടിയെടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മാത്രമല്ല വമനാഫിഅ, ധാരാളം ഉപകാരങ്ങളുമുണ്ട്. അതിന്റെ പുറത്ത് കയറി നമുക്ക് സഞ്ചരിക്കാം. മഹാനായ ഇബ്രാഹിം നഖഈ റഹിമഹുല്ലാഹ് പറയുകയാണ്, യർകബുഹ, അതിന്റെ പുറത്ത് നമുക്ക് എന്തൊക്കെയാണ് അതിന്റെ ഉപകാരങ്ങൾ? യാത്ര ചെയ്യാം. വയഹ്ലിബുഹ, ഇദഹ്താജ്, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിന്റെ പാല് നമുക്ക് എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. ഇങ്ങനെയുള്ള ഉപകാരങ്ങളൊക്കെ അതിൽ നിന്നുണ്ട്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഫദ്കുറുസ്മല്ലാഹി അലൈഹാ സവ്വാഫ്. എന്തിനാണ് ഈ കർമ്മങ്ങളെല്ലാം അല്ലാഹു നമ്മളോട് പറഞ്ഞത്? എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് അറുക്കാൻ വേണ്ടി പറഞ്ഞത്? അല്ലാഹുവിനെ ധാരാളമായിട്ട് ഓർക്കുക എന്നുള്ളതാണ്. അപ്പോ ഈ ഒരു ബലികർമ്മത്തിൽ നിന്നും മറ്റുള്ള ഇബാദത്തിൽ നിന്നും ഒക്കെ നമുക്ക് കിട്ടേണ്ട വലിയ പാഠം അത് അല്ലാഹുവിനെ ഓർക്കുക എന്നുള്ളതാണ്, അല്ലാഹുവിനെ സ്മരിക്കുക എന്നുള്ളതാണ്. ജീവിതത്തിന്റെ മുഴുവൻ സമയങ്ങളിലും കിടക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ ആ കിടക്കപ്പായിലേക്ക് നമ്മൾ പോകുന്നത് വരെയുള്ള മുഴുവൻ സമയങ്ങളിലും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള ഓർമ്മ വേണം. അല്ലാഹുവിന്റെ നിരീക്ഷണത്തിലാണ് ഞാൻ എന്ന ബോധം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അല്ലാഹുവിനെ മറക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ബലികർമ്മത്തിന്റെയും മറ്റുള്ള ഇബാദത്തുകളുടെയും ഒക്കെ വലിയ വലിയ ലക്ഷ്യം
നിങ്ങളെ പ്രയാസപ്പെടുത്തല്ല, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ ഉണ്ടാകലാണ് എന്ന് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിച്ചു. പലപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 കഴിഞ്ഞല്ലോ, പെരുന്നാളൊക്കെ കഴിഞ്ഞല്ലോ, ഇനി കുറച്ചെന്ത് ചെയ്യാം, ദുനിയവിയായ കാര്യങ്ങൾ നമുക്ക് ഏർപ്പെടാം, അള്ളാഹിനെ കുറിച്ചുള്ള ബോധാനുസരണമൊന്നും വേണ്ട എന്ന ചിന്ത പലപ്പോഴും നമുക്ക് ഉണ്ടാകാറുണ്ട്. റമദാൻ കഴിഞ്ഞാൽ ഒരു തണുക്കുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാകാറുണ്ട്. വെള്ളിയാഴ്ച കഴിഞ്ഞാൽ നമുക്കൊക്കെ തണുക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. ആ ഒരു തണുപ്പ് ഒരിക്കലും നമ്മളെ ബാധിക്കാൻ പാടില്ല. പള്ളിയിൽ നിന്ന് വെള്ളിയാഴ്ച ജുമാ കേട്ട് നമസ്കരിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നവനോട് അല്ലാഹുവിന്റെ ഉപദേശം എന്താ? ഫദ്കുറുല്ലാഹ കസീറൻ, നീ ധാരാളമായിട്ട് അല്ലാഹുവിനെ ഓർക്കണം. എന്തിനു വേണ്ടി? ലഅല്ലകും തുഫ്ലിഹൂൻ, വിജയം കൈവരിക്കാൻ വേണ്ടി. ആരോടാണ് അല്ലാഹു ഇത് പറയുന്നത്? വെള്ളിയാഴ്ച ഖുതുബ കേട്ടവനോടാണ്, നമസ്കരിച്ചവനോടാണ്, ആ നമസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നവനോടാണ് അല്ലാഹു പറയുന്നത്. ഫൈദാ ഖുദിയത്തിസ് സലാഹ് ഫൈദാ ഖുദിയത്തിസ് സലാത്തു ഫന്തശിറു ഫിൽ അർള് വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്. അള്ളാഹു നൽകുന്ന ഫദ്ൽ അത് തേടിക്കോ, കച്ചവടം ചെയ്തോ, വ്യാപാരങ്ങളിൽ ഏർപ്പെട്ടോ. പക്ഷെ ആ സമയത്തൊന്നും ഏത് കാര്യങ്ങളിലും ഏർപ്പെട്ടാലും അള്ളാഹുവിനെ മറക്കരുത്. വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി മറ്റൊരു സ്ഥലത്ത് പഠിപ്പിച്ചല്ലോ, വഅബ്ദു റബ്ബക, നീ നിന്റെ റബ്ബിനെ ആരാധിക്കണം. വഅബ്ദു റബ്ബക ഹത്താ യഅതികൽ യഖീൻ. ഒരു ഉറച്ചൊരു കാര്യം നിനക്ക് വരാനുണ്ട്, സംശയമില്ലാത്തൊരു വിഷയം നിനക്ക് വരാനുണ്ട്, ഒരാൾക്കും തർക്കമില്ലാത്തൊരു വിഷയം നിനക്ക് വരാനുണ്ട്. എന്താണ് ആ വിഷയം? മലക്കുൽ മൗത്ത് നമ്മുടെ ചാരത്ത് വന്നിരിക്കുന്ന സമയം. ആ ഒരു സന്ദർഭം അത് ഉറപ്പാണ്, ഒരാൾക്കും തർക്കമില്ല. മരണത്തിന്റെ വിഷയത്തിൽ ഒരാൾക്കും സംശയമില്ല, അത് മരിക്കുക തന്നെ ചെയ്യും. നമുക്കെല്ലാം ഉറപ്പുള്ള ഒരു വിഷയമാണ് അല്ലെ? നമ്മുടെ ഉമ്മമാർ, വാപ്പമാർ, നമ്മുടെ മുൻഗാമികൾ, പണ്ഡിതന്മാർ, നേതാക്കന്മാർ, ചെറുപ്പ വലിപ്പം എന്ന വ്യത്യാസമില്ലാതെ മക്കൾ ജീവിച്ചിരിക്കുന്നു, മാതാപിതാക്കൾ ഇന്ന് കബറിലാണ്, മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നു, മക്കളൊന്ന് കബറിലാണ്. അല്ലാഹു എല്ലാവരുടെയും കബറിനെ വിശാലമാക്കി കൊടുക്കട്ടെ, എല്ലാവരുടെയും കബറിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകാശപൂരിതമാക്കട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്ത് ഈ ദുനിയാവിൽ അല്ലാഹു ഒരുമിപ്പിച്ചതുപോലെ കുടുംബമായി ഒരുമിക്കാനുള്ള തൗഫീഖ് നൽകി അല്ലാഹു നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ആ മരണത്തിന്റെ മുമ്പിൽ ചെറുപ്പ വലിപ്പ വ്യത്യാസമൊന്നുമില്ല. ആ ഒരു യാഥാർത്ഥ്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. അത് വരുന്നത് വരെ നിന്റെ റൂഹ് അത് തൊണ്ടക്കുഴിയിൽ നിന്ന് വേർപിരിയുന്നത് വരെ വഅബ്ദു റബ്ബക ഹത്താ യഅതികൽ യഖീൻ. ആ മരണം വരുന്നത് വരെ നീ അല്ലാഹുവിനെ ആരാധിച്ചുകൊണ്ടേ ഇരിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ദുൽഹിജ്ജയിൽ ആദ്യത്തെ 10 കഴിഞ്ഞല്ലോ, ദുൽഹിജ്ജ മാസം കഴിഞ്ഞല്ലോ, വെള്ളിയാഴ്ച കഴിഞ്ഞല്ലോ എന്നൊന്നും പറഞ്ഞിട്ട് അല്ലാഹുവിനെ നമ്മൾ ഓർക്കാതിരിക്കാൻ പാടില്ല. അല്ലാഹുവിനെ എപ്പ മറക്കുന്നുവോ അപ്പ നമ്മളിലേക്ക് പിശാച് കടന്നു വരും, അപ്പ പിശാച് നമ്മളിൽ ഇടപെടും. ആ ഇടപെടൽ ഉണ്ടായാൽ നമ്മൾ മ്ലേച്ഛതകളിലേക്ക് പോകും, നമ്മൾ തിന്മകളിലേക്ക് പോകും. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴേക്കും അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിച്ചത്. അതുപോലെ തന്നെ നമസ്കാരം കഴിഞ്ഞ് പ്രാർത്ഥിക്കും, പിന്നെ ദിക്റ് ചൊല്ലാൻ വേണ്ടി ആവശ്യപ്പെട്ടത്. പിന്നെ സുബഹി നമസ്കാരം കഴിഞ്ഞ് ഏകദേശം സൂര്യൻ ഉദിച്ചുയരുന്നത് വരെ, അതിനുശേഷം വരെ നീ ദിക്റുകളുമായിട്ട് പള്ളിയിൽ കഴിച്ചുകൂട്ടണമെന്ന് പറഞ്ഞത്. വൈകുന്നേരം ചൊല്ലേണ്ട പ്രാർത്ഥനകൾ, രാവിലെ ചൊല്ലേണ്ട പ്രാർത്ഥനകൾ എമ്പാടും പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ദിക്റുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഇന്ന് മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ ദിക്ർ ചൊല്ലിയിട്ടുണ്ടോ? സുബ്ഹാനല്ലാഹ് ചൊല്ലിയോ? അൽഹംദുലില്ലാഹ് ചൊല്ലിയോ? അല്ലാഹു അക്ബർ ചൊല്ലിയോ? ഇല്ല. ഇതൊക്കെ യാന്ത്രികമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. നിസ്കരിക്കുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, പ്രാർത്ഥനയില്ല, ദിക്റില്ല, ഒന്ന് സുബ്ഹാനല്ലാഹ് ചൊല്ലാൻ പോലും നമുക്ക് സമയമില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ നമുക്ക് സമയമില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവോട് ചോദിച്ചു, അല്ലാഹ് നിന്നെപ്പോഴും എനിക്ക് ഓർക്കണം, അതിന് വല്ല മാർഗമുണ്ടോ? ഖുൽ യാ മൂസാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവോട് ചോദിച്ചു, കുൽ ഇബാദിക യഖൂലുന ഹാദാ, നിന്റെ എല്ലാ ദിക്റുകളും ചൊല്ലുന്നുണ്ട്, ഇതല്ലാത്ത വേറെ വല്ല ദിക്റുമുണ്ടോ, മാർഗമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മൂസാ ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് നിനക്ക് എന്തറിയാം? ഒരു തുലാസിന്റെ ഒരു തട്ടിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയും മറുതട്ടിൽ ആകാശവും ഭൂമിയും വെച്ചാൽ മാലത്തു ബിഹിന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇരിക്കുന്ന തട്ടിനായിരിക്കും കനം തൂങ്ങുക. ആകാശഭൂമികളെ മുഴുവൻ അതിജയിച്ച ആദർശമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ട് എപ്പോഴും നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കോ, എന്നെ ഓർക്കാനുള്ള മാർഗമാണ് എന്ന് അല്ലാഹു മൂസാ നബിയോട് പറഞ്ഞതായിട്ട് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയമുള്ള വിശ്വാസികളെ, ഇത്തരം ദിക്റുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ബുക്റതൻ വ അസീല, രാവിലെകളിലും വൈകുന്നേരങ്ങളിലും ഒക്കെ നമ്മളിൽ അള്ളാഹുവിനെ സ്മരിക്കുന്ന ദിക്റുകളും മറ്റുള്ള കർമ്മങ്ങളും ഒക്കെ ഉണ്ടാകണം. അള്ളാഹു ബലികർമ്മവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിപ്പിക്കുകയാണ്, ഈ മൃഗത്തെ അവയെ നിർത്തിയിട്ട് അവയുടെ മേൽ അറുക്കുമ്പോൾ അള്ളാഹുവിന്റെ നാമം നിങ്ങൾ സ്മരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കർമ്മം അള്ളാഹു പഠിപ്പിക്കുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖിയാമൻ അലാ സലാസി ഖവാഇം,
3 കാലുകളിലാണ് ഒട്ടകത്തെ നിർത്തുക. മാഖൂലത്തൻ യദുഹാ അൽ-യുസ്റ, ഇടത് മുൻകാൽ കെട്ടിയ നിലയിലായിരിക്കും ഒട്ടകം ഉണ്ടാവുക അറക്കുന്ന സമയത്ത്. വയഖൂലു ബിസ്മില്ലാഹ് വല്ലാഹു അക്ബർ അല്ലാഹുമ്മ മിൻക വലക് എന്ന ആ ദിക്ർ ചൊല്ലിയിട്ട് ബിസ്മില്ല പറഞ്ഞുകൊണ്ടായിരിക്കും ബലിമൃഗത്തെ നിർവഹിക്കുക. അപ്പോ അള്ളാഹുവിനെ സ്മരിക്കലാണ് അതുകൊണ്ട് ഉദ്ദേശം. ഏത് സമയത്തും അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എന്നിട്ട് അള്ളാഹു പറയുകയാണ് ഫഇദാ വജബത് ജുനൂബുഹാ, അങ്ങനെ അതിന്റെ കൈകാലുകളൊക്കെ കെട്ടിയിട്ട് അതിന്റെ പാർശ്വഭാഗം നിലം പതിച്ചാൽ, മുജാഹിദ് റഹിമഹുല്ലാഹ് ഈ വാക്യത്തെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു സഖതത് ഇലൽ അർദി, ഭൂമിയിലേക്ക് വീണാൽ. ഇബ്നു സയ്യിദ് റഹിമഹുല്ലാഹ് പറഞ്ഞു മാതത്, അത് മരിച്ചാൽ. ബലിമൃഗത്തെ നമ്മൾ അതിന്റെ കൈയൊക്കെ കെട്ടിയിട്ട് അതിന്റെ നമ്മൾ അറുത്ത് അത് മരിച്ച് ഭൂമിയിലേക്ക് വീണാൽ നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ ഫകുലു മിൻഹാ വഅത്ഇമുൽ ഖാനി വൽ മുഅ്തർ, നമ്മൾ ആ പിന്നെ ഭക്ഷണം കഴിക്കണം. ബലിമൃഗത്തിന്റെ ഇറച്ചി മാംസം നമ്മൾ കഴിക്കണം. അതുപോലെ തന്നെ നമ്മൾ കഴിപ്പിക്കണം. ആരെയെല്ലാം കഴിപ്പിക്കണം? ദരിദ്രരെ മുഴുവൻ നമ്മൾ കഴിപ്പിക്കണം. ദരിദ്രർ 2 വിഭാഗമുണ്ട് എന്ന് അള്ളാഹു ഈ ആയത്തിലൂടെ പഠിപ്പിക്കുകയാണ്. ഒന്നാമത്തെ വിഭാഗം എന്നുള്ളത് അൽ ഖാനി. ആരാണ് ഖാനി എന്ന് പറഞ്ഞാൽ? നമ്മളോട് ചോദിക്കാത്ത ആളുകളുണ്ട്. ചോദിക്കാത്ത ആളുകൾ. ഇന്ന് നമ്മൾ സമ്പന്നന്മാരെയും പാവപ്പെട്ടവരൊക്കെ അളക്കുന്നത് റേഷൻ കാർഡ് നോക്കിയിട്ടാ, വീട് നോക്കിയിട്ടാ. അങ്ങനെ ഒരിക്കലും നമ്മൾ അളക്കാൻ പാടില്ല. ഏതെങ്കിലും കാലത്തൊക്കെ സമ്പത്തൊക്കെ ഉണ്ടായിട്ട് ചിലപ്പോൾ വലിയ വീടൊക്കെ പിന്നെ വാങ്ങിയിട്ടുണ്ടാകും. ആ കാലഘട്ടത്തിൽ ചിലപ്പോൾ വാഹനമൊക്കെ ഉണ്ടാകും. പിന്നെ ആ കാലഘട്ടത്തിൽ ചിലപ്പോ പിന്നെ വെള്ള റേഷൻ കാർഡൊക്കെ ഉണ്ടാകും. അങ്ങനെയാകണമെന്നില്ല. ഈ കാലഘട്ടത്തിൽ ചിലപ്പോ കച്ചവടത്തിൽ നഷ്ടം സംഭവിച്ച്, മറ്റുള്ള സാമ്പത്തികമായ നഷ്ടങ്ങൾ സംഭവിച്ച് ആകെ ജീവിതം പിന്നെ പ്രയാസത്തിലേക്ക് നിരങ്ങിക്കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. അവരെ നമ്മൾ കണ്ടെത്തണം, അവരെ നമ്മൾ അന്വേഷിക്കണം. അതൊക്കെയാണ് സക്കാത്ത് എന്ന കർമ്മത്തിന്റെ ലക്ഷ്യം. അത്തരത്തിലുള്ള ആളുകളെ നമ്മൾ കണ്ടെത്തിയിട്ട് നമ്മൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അത്തരം ആളുകൾ അവരുടെ അഭിമാനം അവർ കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കും. ഒരാളുടെ മുമ്പിലും അവർ കൈനീട്ടാത്തവരായിരിക്കും. തന്റെ പ്രയാസങ്ങൾ മറ്റുള്ളവരോട് അവതരിപ്പിക്കാത്തവരായിരിക്കും. റബ്ബിന്റെ മുമ്പിൽ തവക്കുലാക്കിക്കൊണ്ട് ജീവിക്കുന്നവരായിരിക്കും. അവരെ നമ്മൾ കണ്ടെത്തി അവരെ നമ്മൾ സഹായിക്കണം. അത്തരത്തിലുള്ള ആളുകളാണ് സാനികൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ വിഭാഗമാണ് വൽ മുഅ്തർ. അവരെന്ത് ചെയ്യും? തന്റെ പ്രയാസങ്ങളൊക്കെ അറിയിച്ചും പറഞ്ഞും ചോദിച്ചും ഒക്കെ നടക്കുന്ന ആളുകൾ. അവരെയും നമ്മൾ സഹായിക്കണം. അവരെയും നമ്മൾ എന്ത് ചെയ്യണം? ബലികർമ്മം നിർവഹിച്ചാൽ ഭക്ഷിപ്പിക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ഇബ്നു ജരീർ തബരി റഹിമഹുല്ലാഹ് പറഞ്ഞു അൽ ഖാനി ഹുവ സാഇൽ വൽ മുഅ്തർ ഹുവൽ മുതഅർരിദ്. അൽ ഖാനി ആരാണ്? അവൻ ചോദിക്കുന്നവനാണ്. വൽ മുഅ്തർ, ആ മുഅ്തർ ചോദിക്കാതെ തന്റെ സഹായം പ്രതീക്ഷിക്കുന്നവനാണ് എന്ന് മഹാനായ ഇബ്നു ജരീർ റഹിമഹുല്ലാഹ് വ്യക്തമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ബലികർമ്മം നിർവഹിച്ചാൽ അല്ലാഹുവിനെ സ്മരിച്ച് ബിസ്മില്ല പറഞ്ഞ് ദിക്ർ ചൊല്ലി ബലികർമ്മം നിർവഹിക്കണം. അങ്ങനെ ആ ബലിമൃഗം പിന്നെ നിലത്ത് വീണാൽ, അത് മരിച്ചാൽ അതിന്റെ നീ ഭക്ഷിക്കണം. നിന്റെ കുടുംബം ഭക്ഷിക്കണം. നാട്ടിലുള്ള പാവപ്പെട്ടവരായ തന്റെ ദാരിദ്ര്യം പറയുന്നവരോടും പറയാത്തവരെയും ഒക്കെ നീ കഴിപ്പിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പഠിപ്പിച്ചു. തുടർന്നുകൊണ്ട് പറയുന്നു കദാലിക സഖർനാഹാ ലക്കും ലഅല്ലകും തഷ്കുറൂൻ. ഇതൊക്കെ അല്ലാഹു നിനക്ക് കീഴ്പ്പെടുത്തി തന്നത് നീ നന്ദിയുള്ള ആളാകാൻ വേണ്ടിയാണ് എന്ന് അല്ലാഹു പഠിപ്പിച്ചു. അപ്പൊ നമ്മളിൽ ഉണ്ടാകേണ്ട ഒരു കാര്യം അല്ലാഹുവിനെ സ്മരിക്കലാണ്. ശ്രദ്ധിച്ചു കേട്ടോ. ഇത് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പഠനമൊന്നുമല്ല. താല്പര്യമുള്ള ആളുകൾ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാകുക. അഭിപ്രായ യൂണിറ്റിൽ നിന്ന് ഇത്ര ആളുകളുണ്ട് എന്ന് പറയുമ്പോൾ അത് നമുക്കൊരു അഭിമാനമാണ്. അതുപോലെ തന്നെ അഭിപ്രായ യൂണിറ്റിലുള്ള ആളുകൾക്കാണ് ഫസ്റ്റ് കിട്ടിയത്, സെക്കൻഡ് കിട്ടിയത്, തേർഡ് കിട്ടിയത് എന്ന് ഓർക്കുമ്പോൾ നമുക്കൊരു അഭിമാനമാണ്. അല്ലാഹുവിന് വേണ്ടി പഠിച്ചിട്ട് അല്ലാഹുവിന് വേണ്ടി നമ്മൾ പരീക്ഷ എഴുതിയിട്ട് 1,50,000 25,000 കിട്ടായെന്ന് പറഞ്ഞാലും അത് നമുക്ക് സന്തോഷമുള്ള കാര്യമല്ല. നമ്മൾ ഒരിക്കലും സമ്മാനങ്ങൾ ആഗ്രഹിച്ചിട്ടല്ല. അള്ളാഹ്ക്ക് വേണ്ടി പഠിച്ചപ്പോൾ അള്ളാഹു തന്ന ഓഫറുകളാണ് എന്നാണ്. അതിനെ കുറിച്ചെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്. പരലോകത്തേക്ക് വേണ്ടിയായിരിക്കണം, അവിടത്തെ ഗുണത്തിന് വേണ്ടിയായിരിക്കണം നമ്മുടെ നീക്കുപോക്കുകളെല്ലാം. ഒരു കാര്യം നമ്മൾ പറഞ്ഞു, സദാസമയം അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ, അത് ബലികർമ്മം നമുക്ക് നൽകുന്ന വലിയ പാഠമാണ്. രണ്ടാമത് അള്ളാഹു പറയുന്നു ലഅല്ലകും തഷ്കുറൂൻ, നന്ദിയുള്ളവരാകാൻ. നന്ദി കെട്ടവരായി മനുഷ്യന്മാർ മാറി. അത് അള്ളാഹു ഉണർത്തിയിട്ടുണ്ട് സൂറത്ത് ആദിയാത്തിലൂടെ. ഇന്ന് പള്ളിയിൽ ഉണ്ടായിരുന്നു എങ്കിൽ ആ സൂറത്തിൽ ആദിയാത്ത് നമുക്ക് കേൾക്കാമായിരുന്നു. വൽആദിയാതി ളബ്ഹാ ഫൽമൂരിയാതി ഖദ്ഹാ ഫൽമുഗീറാതി സുബ്ഹാ ഫഅസർന ബിഹി നഖഅ ഫവസത്ന ബിഹി ജംഅ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. ഒരു കുതിരയുടെ ജീവിതം എടുത്തു വെച്ചിട്ട് അല്ലാഹു പറയുകയാണ്, ഒരൽപ്പം വെള്ളവും പുല്ലും നൽകുന്ന ഒരു കുതിര തന്റെ യജമാനു വേണ്ടി ഓടുകയാണ്. ആ ഓട്ടത്തിന്റെ വേഗത എത്രയാ! ആ ഓട്ടത്തിൽ അതിന്റെ കാല് തട്ടിയിട്ട് അതിന്റെ കാല് ഉരസിയിട്ട് തീ പാറുന്ന രൂപത്തിലുള്ള ഓട്ടമാണ്. കല്ലിൽ ആ കാലൊന്ന് തട്ടിയാൽ തീ പാറുന്ന രൂപത്തിലുള്ള ഓട്ടമാണ്. പൊടിപടലങ്ങളെല്ലാം പാറിപ്പിച്ചുകൊണ്ടാണ് ഓടുന്നത്. അതിവേഗതയിലാണ് ഓടുന്നത്. എങ്ങോട്ടാണ് ഓടുന്നത്? യുദ്ധക്കളത്തിലേക്കാണ് ഓടുന്നത്. എന്തിനാണ് ഓടുന്നത്? തനിക്ക് വേണ്ടി രാവിലെ കുറച്ച് പുല്ല് തന്ന, കുറച്ച് വെള്ളം തന്ന ആ യജമാനന് വേണ്ടിയാണ് ഓടുന്നത്. ആ യജമാനനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഓടുന്നത്. എന്നിട്ട് അല്ലാഹു ആ കുതിരയുടെ ജീവിതം നമ്മുടെ മുമ്പിൽ സമർപ്പിച്ചിട്ട് പറഞ്ഞു, ഇന്നൽ ഇൻസാന
ലിറബ്ബിഹി ലകനൂദ്. ആ കന്നുകാലി, ആ മിണ്ടാപ്രാണി കാട്ടുന്ന ഒരു നന്ദി പോലും മനുഷ്യൻ തന്റെ റബ്ബിനോട് കാണിക്കുന്നില്ല. തീരാത്ത അത്രയും അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന റബ്ബിനോട് നന്ദി കെട്ടവരാണ്. എന്താണ് റബ്ബിനോടുള്ള നന്ദി? എന്താണ് റബ്ബിനോടുള്ള നന്ദികേട്? അള്ളാഹുവിനോടുള്ള നന്ദി എന്നുള്ളത് അവനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ്. റബ്ബിനോടുള്ള ഏറ്റവും വലിയ നന്ദികേട് എന്നുള്ളത് അള്ളാഹുവിൽ നമ്മൾ പങ്കുകാരെ ചേർക്കലാണ്. ഞാൻ സൂചിപ്പിച്ചല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് ആകാശഭൂമികളെ അതിജയിച്ച ആദർശമാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് എതിരാകുന്ന ഒരു പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ല. അതൊരു നമസ്കാരമാണെങ്കിൽ പോലും, ഒരു നമസ്കാരമാണെങ്കിൽ പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് എതിരാണോ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കരുത്. അത്ര ശക്തമായ വ്യക്തമായ ആദർശമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്. സകല ആരാധനകളും അല്ലാഹുവിന് മാത്രം. എല്ലാ ആരാധനകളും അല്ലാഹുവിന് മാത്രം. ഒരാൾ വന്നിട്ട് ചോദിച്ചല്ലോ, ഹുവാന എന്ന പ്രദേശത്ത് ഒരു ഒട്ടകത്തെ അറുക്കാൻ ഞാൻ നേർച്ച ചെയ്തിട്ടുണ്ട് നബിയെ, ആ നേർച്ച ഞാൻ ജാഹിലിയത്തിൽ വെച്ചതാണ്, ഞാൻ നിറവേറ്റട്ടെ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ടേ രണ്ട് ചോദ്യങ്ങൾ. ജാഹിലിയത്തിലെ ആളുകളുടെ വല്ല ആഘോഷവും അവിടെയുണ്ടോ? ജാഹിലിയത്തിലെ ആളുകൾ ആരാധിക്കുന്ന വല്ല വിഗ്രഹവും അവിടെയുണ്ടോ? ഇല്ല നബിയെ. എങ്കിൽ നിന്റെ നേർച്ച നീ നിറവേറ്റിക്കോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സംഭവം വെച്ചുകൊണ്ടാണ് ഭൂരിഭാഗം പണ്ഡിതന്മാർ പഠിപ്പിച്ചത്, കെട്ടിപ്പൊക്കിയ കബറുകളുള്ള പള്ളികൾ ഉണ്ടാകും, ജാറങ്ങളുള്ള കബറുകൾ ഉണ്ടാകും. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഒരു ചാണിൽ ഉയർത്തപ്പെട്ട കബറുകൾ അത് മുഴുവൻ തട്ടിനിരപ്പാക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ കബറിനെ ആരാധിക്കുന്ന കേന്ദ്രമാക്കല്ലേ അല്ലാഹ് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരമായിട്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രിയമുള്ളവരെ, അങ്ങനെ എത്ര പള്ളികളുണ്ട് നമ്മുടെ നാടുകളിൽ. കെട്ടിപ്പൊക്കിയ കബറുകളുള്ള ജാറങ്ങളുള്ള പള്ളികൾ എത്രയുണ്ട്. അത്തരം പള്ളികളൊക്കെ നമസ്കാരത്തിന്റെ വിഷയത്തിൽ നമുക്ക് ഒഴിവാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ വരും. നമ്മളും സുജൂദ് ചെയ്യുന്നത് ആ കബറിന്റെ മുമ്പിലാണ് എന്ന തെറ്റിദ്ധാരണകൾ വരും. അതുകൊണ്ട് അത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കുക. ലഅല്ലക്കും തശ്കുറൂൻ. നന്ദിയുള്ളവരാകാൻ വേണ്ടിയാണ് ബലികർമ്മം നിങ്ങളെ പഠിപ്പിച്ചത്. നന്ദിയുള്ള അടിമയാകാൻ. ആ നന്ദി നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. അള്ളാഹുവിനെ ആരാധിച്ച്, അള്ളാഹുവിനെ അനുസരിച്ച്, ഏതുപോലെ ഒരു കുട്ടിയെ കിട്ടാൻ കുറെ കാലം പ്രാർത്ഥിച്ച് 80 വയസ്സുകൾക്കപ്പുറം ഒരു കുട്ടിയെ കിട്ടിയപ്പോ ആ കുട്ടിയെ അറുക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചപ്പോൾ അതിന് തയ്യാറായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ കുട്ടിയെ ആരുമില്ലാത്ത മരുഭൂമിയിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കാൻ പറഞ്ഞപ്പോൾ തയ്യാറായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. എന്തായിരുന്നു ഇബ്രാഹിം നബിയുടെ പ്രത്യേകത? അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ഇബ്രാഹിം നബിയോട് മുസ്ലിമായി അള്ളാഹനെ അനുസരിക്കുക. അള്ളാഹ് നീ എന്ത് പറഞ്ഞാലും അനുസരിക്കാൻ ഞാൻ തയ്യാറാണ്. ആ രൂപത്തിൽ ഒരു മുസ്ലിമായിട്ട് ജീവിച്ച്, ഒരു മുഅ്മിനായി ജീവിച്ച് മരിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകി നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ആയത്തുകളെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ വളരെ വ്യക്തമായ കാര്യങ്ങളൊക്കെ ഒരുപാട് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഹജ്ജിലെ 36-ാമത്തെ ആയത്ത് പറഞ്ഞിട്ട് 37-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറയുകയാണ്, ലയനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും കദാലിക സഖറഹാ ലക്കും ലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വബശ്ശിരിൽ മുഹ്സിനീൻ. അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാകേണ്ട മൂന്നാമത്തെ ഒരു കാര്യം ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. നിങ്ങൾ തഖ്വയുള്ള ആളുകളാകാൻ വേണ്ടിയിട്ടാണ് ഈ ആരാധനാ കർമ്മം. അല്ലാഹുവിനെ സ്മരിക്കുന്നതിന് വേണ്ടിയാണ്, ദിക്റുള്ളയാണ്. അതുപോലെ തന്നെ നന്ദിയുള്ളവരാകാൻ വേണ്ടിയാണ്. അതുപോലെ അടുത്ത ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നു, തഖ്വയുള്ള ആളുകളാകാൻ വേണ്ടിയാണ്. ലയനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ. നിങ്ങൾ അറക്കുന്ന ബലിമൃഗത്തിന്റെ മാംസം അല്ലാഹുവിന് ആവശ്യമില്ല, അതിന്റെ രക്തം അല്ലാഹുവിന് ആവശ്യമില്ല. ഈ ആയത്ത് ഇറങ്ങാനുള്ള കാരണം എന്താ? മക്കയിലെ മുശ്രിക്കീങ്ങളായ ആളുകൾ അവരുടെ ജാഹിലിയ കാലഘട്ട ശിർക്കിന്റെ കാലഘട്ടത്തിൽ അവർ ബലിമൃഗത്തെ അറുത്തു കഴിഞ്ഞാൽ അവർ അതിന്റെ രക്തം കൊണ്ടുപോയി കഅബാലയത്തിന്റെ ചുറ്റും, കഅബാലയത്തിന്റെ ചുമരുകളിൽ പുരട്ടിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. മാംസം കൊണ്ടുപോയിട്ട് കഅബാലയത്തിന്റെ ഉള്ളിലുള്ള വിഗ്രഹങ്ങൾ, ആ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ പോയി വഴിപാട് വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ബലിമൃഗത്തിന്റെ രക്തം ഈ വിഗ്രഹങ്ങളുടെ മേലിൽ തെളിയിക്കുന്ന, കൈകൊണ്ട് കുറയുന്ന ഒരു കാലഘട്ടം ആ ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അത്തരം സാഹചര്യത്തിലാണ് ഈ ആയത്തിറക്കിയത്. ബലിമൃഗത്തിന്റെ മാംസം വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുപോയി വഴിപാട് നേർച്ച നടത്തിയപ്പോൾ അല്ലാഹു പറഞ്ഞു, ലയനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. ഈ മൃഗത്തിന്റെ മാംസം അല്ലാഹുവിന് ആവശ്യമില്ല, ഈ മൃഗത്തിന്റെ രക്തം അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ആവശ്യമില്ല. അല്ലാഹുവിന് വേണ്ടത് നിങ്ങളുടെ തഖ്വയാണ്, നിങ്ങളുടെ സൂക്ഷ്മതാ ബോധമാണ് റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടത്. അല്ലാഹു നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കാണ്. ഇന്ന ഫിൽ ജസദി മുദ്ഗ ഇദാ സലഹത് സലഹൽ ജസദു കുല്ലു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു അലാ വഹിയൽ ഖൽബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ, നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാംസ കഷ്ണമുണ്ട്.
ആ മാംസകഷ്ണം നന്നായാൽ നിങ്ങളുടെ ശരീരം മുഴുവൻ നന്നായി. ആ മാംസകഷ്ണത്തിന് കേടുപാട് സംഭവിച്ചാൽ നിങ്ങളുടെ ശരീരത്തിന് മുഴുവൻ കേടുപാട് സംഭവിച്ചു. അലാ വഹിയൽ ഖൽബ്, നിങ്ങൾ അറിയണം അത് നിങ്ങളുടെ ഹൃദയമാണ്, അത് നിങ്ങളുടെ ഹൃദയമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള ഇഖ്ലാസ്, ആ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള ഉദ്ദേശം, അതിന്റെ ഉള്ളിലുള്ള ലക്ഷ്യം, അതാണ് റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടത്. വീണ്ടും റസൂൽ പഠിപ്പിച്ചു, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വലാ ഇലാ അംവാലിക്കും. അല്ലാഹു നിങ്ങളുടെ രൂപങ്ങളിലേക്ക് നോക്കുകയില്ല, അല്ലാഹു നിങ്ങളുടെ സമ്പത്തിലേക്ക് നോക്കുകയില്ല. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വഅമാലിക്കും. മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിലൂടെ വളരെ കൃത്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, അല്ലാഹു നോക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ്, ഹൃദയത്തിന്റെ ഉള്ളിലേക്കാണ് അല്ലാഹു നോക്കുന്നത്. നമ്മൾ മഗ്രിബ് നമസ്കരിച്ചു, നമ്മുടെ ഉദ്ദേശം എന്തായിരുന്നു, നമ്മുടെ ലക്ഷ്യം എന്തായിരുന്നു, അതാണ് അല്ലാഹുവിന് വേണ്ടത്. നമ്മൾ ഈ പിന്നെ ഹജ്ജ് ചെയ്തവരുണ്ടല്ലോ, ഹജ്ജിന്റെ കർമ്മങ്ങൾ കഴിഞ്ഞല്ലോ, ആ ഹജ്ജിന്റെ സമയത്ത് അവന്റെ ഉദ്ദേശം എന്താണ്, അതാണ് അല്ലാഹുവിന് വേണ്ടത്. മനസ്സിന്റെ ഉള്ളിലുള്ള ലക്ഷ്യമാണ് അല്ലാഹുവിന് വേണ്ടത്. അതുപോലെ തന്നെയാണ് നമ്മൾ പല ആളുകളും നമ്മൾ ഉദഹിയത്ത് നിർവഹിച്ചു, ബലികർമ്മം നിർവഹിച്ചു അല്ലെ, ആ ബലികർമ്മം നിർവഹിക്കുന്ന സമയത്ത് നമ്മുടെ ലക്ഷ്യം എന്താണ്, നമ്മുടെ ഉദ്ദേശം എന്താണ്, അതാണ് റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടത് എന്ന് കൃത്യമായി അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാൻ ഒന്ന് ചോദിക്കട്ടെ, അല്ലാഹുവിന് വേണ്ടി നമ്മൾ എന്ത് നിർവഹിച്ചു, റബ്ബിന് വേണ്ടി എന്ത് നിർവഹിച്ചു? ജീവിതത്തിൽ നിസ്കരിക്കുന്നുണ്ടല്ലോ, ജീവിതത്തിൽ നോമ്പെടുക്കുന്നുണ്ടല്ലോ, ജീവിതത്തിൽ ഖുർആൻ ഓതുന്നുണ്ടല്ലോ, ഈ QHLS പഠന ക്ലാസ്സിലേക്ക് നമ്മൾ വരുന്നുണ്ടല്ലോ. ആർക്ക് വേണ്ടി വരുന്നു? അവിടെയാണ് നമ്മുടെ ചിന്ത പോകേണ്ടത്. ആർക്ക് വേണ്ടി വരുന്നു? ആർക്ക് വേണ്ടി പഠിക്കുന്നു? ആർക്ക് വേണ്ടി നിസ്കരിക്കുന്നു? ആർക്ക് വേണ്ടി നോമ്പെടുക്കുന്നു? ആർക്ക് വേണ്ടി ഖുർആൻ ഓതുന്നു? ആർക്ക് വേണ്ടി ഖുർആൻ പഠിക്കുന്നു? ജീവിതത്തിലെ ദിക്റുകളും സലാത്തുകളും എല്ലാം ആർക്ക് വേണ്ടി? ഇബാദത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരം നോമ്പും മാത്രമല്ല, എത്രത്തോളം പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പോലും ഇബാദത്താണ്. അതിനല്ലാണ്ട് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ദാമ്പത്തിക ജീവിതം കാഴ്ചവെച്ചാൽ അതിനുപോലും പുണ്യമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രത്തോളം ഇബാദത്തായിട്ട് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എങ്കിൽ നമ്മുടെ കുടുംബത്തിന് വേണ്ടി പണിയെടുക്കുക എന്നുള്ളത് അത് ഇബാദത്തിൽപ്പെട്ടതാണ്. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നമ്മൾ അടുക്കളയിൽ പണിയെടുക്കുന്നത് ആർക്ക് വേണ്ടിയാ, നമ്മൾ ഓഫീസിൽ പണിയെടുക്കുന്നത് ആർക്ക് വേണ്ടിയാ? അത്തരം വിഷയങ്ങളിൽ ഞാൻ എന്റെ റബ്ബിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ജോലിയെടുക്കുന്നു, പണിയെടുക്കുന്നു. എന്റെ കുടുംബത്തെ നോക്കാൻ, എന്റെ ഇണയെ നോക്കാൻ, എന്റെ സന്താനങ്ങളെ നോക്കാൻ, എന്റെ മാതാപിതാക്കളെ നോക്കാൻ, എന്റെ മറ്റുള്ളവരെ നോക്കാൻ അല്ലാഹു എന്നോട് ആവശ്യപ്പെട്ടു. അവരോടുള്ള ഉത്തരവാദിത്തങ്ങൾ പഠിപ്പിച്ചു തന്നു. നീ ധരിച്ചാൽ നിന്റെ കുടുംബത്തെ നീ ധരിപ്പിക്കണം, നീ കഴിച്ചാൽ നിന്റെ കുടുംബത്തെ നീ കഴിപ്പിക്കണം, നീ കുടിച്ചാൽ നിന്റെ കുടുംബത്തെ നീ കുടിപ്പിക്കണം എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കഴിപ്പിക്കുന്നതിന്റെ ഭാഗമായി, ആ കുടിപ്പിക്കുന്നതിന്റെ ഭാഗമായി, ആ ധരിപ്പിക്കുന്നതിന്റെ ഭാഗമായി നമ്മൾ എന്ത് ചെയ്താലും, അത് അടുക്കളയിലെ പണിയാണെങ്കിലും വേണ്ടില്ല, പുറത്തുള്ള പണിയാണെങ്കിലും വേണ്ടില്ല, അത് മുഴുവൻ അല്ലാഹുവിന് വേണ്ടി ചെയ്താൽ, അല്ലാഹു പറഞ്ഞിട്ടാണല്ലോ ഞാനിത് ചെയ്യുന്നത്, അല്ലാഹുവിന്റെ കൂലിയാണ് എന്റെ ലക്ഷ്യം എന്ന ചിന്തയോടുകൂടി ചെയ്താൽ അതും ഇബാദത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ചിന്തയോടുകൂടി ഓരോ ജോലിയിലും നമ്മൾ ഏർപ്പെട്ടു നോക്കി, ഒരിക്കലും നമുക്കൊരു ജോലിയും നമ്മുടെ ജീവിതത്തിൽ ഭാരമാവുകയില്ല, ഒരു പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഭാരമാവുകയില്ല. എന്തേ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണം, കുടുംബ പ്രശ്നങ്ങൾ അധികരിക്കാനുള്ള കാരണം എന്താണ്? നമുക്കിടയിൽ പോരാട്ടങ്ങളും പ്രശ്നങ്ങളും കലഹങ്ങളും, ഒരേ വീട്ടിന്റെ ഉള്ളിൽ താമസിക്കുന്ന ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളും വഴക്കുകളും മക്കാണുകളും ഉണ്ടാകാനുള്ള കാരണം എന്താ? അല്ലാഹുവിന് വേണ്ടി സമർപ്പിക്കുന്ന ഒരു ഹൃദയം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ഞാൻ എന്റെ റബ്ബിന് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്ന ബോധം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ഇന്ന സ്വലാത്തി വനുസുഖി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന പ്രതിജ്ഞ വെറും നാലിലൊഴുകി പോയി. അതാണ് നമ്മുടെ കുടുംബ പ്രശ്നങ്ങൾക്ക് വലിയ കാര്യം. കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാര്യമെന്ന് നമ്മൾ അറിയണം. പ്രിയമുള്ളവരെ, എന്ത് ചെയ്യാണെങ്കിലും എന്തിലേർപ്പെടാൻ, അതാണ് ഞാൻ പറഞ്ഞത്, നിസ്സാരമായിട്ട് ഞാൻ പറഞ്ഞത്. ഭാര്യയുമായി ഇണയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പോലും പ്രാർത്ഥന അല്ലാഹു പഠിപ്പിച്ചു, അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു. അല്ലാഹുമ്മ ജന്നിബ്നി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്റെ ഇണയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അതൊരു ഇബാദത്തായിട്ടാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അതിനപ്പുറമുള്ള ഒരുപാട് നമുക്ക് ജോലികളുണ്ടല്ലോ. എന്ത് കാര്യങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിലും അല്ലാഹുവിന് വേണ്ടി, റബ്ബിന് വേണ്ടി, റബ്ബിന്റെ ഇഷ്ടം ആഗ്രഹിച്ച്, റബ്ബിന്റെ പൊരുത്തം ആഗ്രഹിച്ച്, മറ്റുള്ള ലക്ഷ്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഓരോ കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ ഇഹത്തിലും പരത്തിലും നമുക്ക് സമാധാനമാണ്, ഇഹത്തിലും പരത്തിലും നമുക്ക് സന്തോഷമാണ്. അതെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങിയാൽ ദുനിയാവും നഷ്ടപ്പെടും, പരലോകവും നഷ്ടപ്പെടും. ഇന്നല്ലാഹ യൻദുറു ഇലാ ഖുലൂബിക്കും വലാ യൻദുറു ഇലാ സുവരിക്കും വലാ ഇലാ അജ്സാമിക്കും വലാ ഇലാ അംവാലിക്കും. നിങ്ങളുടെ സമ്പത്തൊന്നും അല്ലാഹുവിന് വേണ്ട, നിങ്ങളുടെ രൂപവും നിങ്ങളുടെ കോലും
ശരീരം അല്ലാഹുക്ക് വേണ്ട. വലാകിൻ യൻദുറു ഇലാ ഖുലൂബികും, നീ ഓരോന്നിലും ഏർപ്പെടുമ്പോൾ നിന്റെ ഉദ്ദേശം എന്താണ്, നിന്റെ ലക്ഷ്യം എന്താണ്, അത് മാത്രമേ അല്ലാഹുക്ക് വേണ്ടൂ. അതുകൊണ്ട് റബ്ബിന് വേണ്ടി ജീവിക്കാം, റബ്ബിന് വേണ്ടി ജീവിക്കാം. എന്ത് കർമ്മങ്ങളിലും എന്ത് കാര്യങ്ങളിൽ ഏർപ്പെട്ടാലും അല്ലാഹുക്ക് വേണ്ടി, റബ്ബിന് വേണ്ടി, ലില്ല ലില്ല റബ്ബിന് വേണ്ടി ആക്കിക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് ഇതെല്ലാം നമുക്ക് നൽകുന്ന പാഠം. പ്രിയമുള്ളവരെ, അങ്ങനെ തഖ്വയുള്ള ആളുകളായി എപ്പോഴും അല്ലാഹുവിനെ ഓർത്ത്, അല്ലാഹുവിനെ സ്മരിച്ച്, അല്ലാഹുവിനെ ഓർക്കാത്തൊരു നിമിഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അല്ലാഹുവിനെ അനുസരിക്കാത്തൊരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. എല്ലാ വിഷയങ്ങളിലും ഈ രൂപത്തിൽ നന്ദിയുള്ള അടിമയാകാൻ അതിനുവേണ്ടിയാണ് ഉവഹിയത്ത് എന്ന കർമ്മം നിന്നെ പഠിപ്പിച്ചത്. 7ഓളം സ്ഥലങ്ങളിൽ വളരെ ഗൗരവത്തിൽ പഠിപ്പിച്ചത്. 34, 35, 36, 37 ആയത്തുകളിലൂടെ അല്ലാഹു സൂറത്ത് ഹജ്ജിൽ നമ്മളെ പഠിപ്പിച്ചതെന്നുള്ളത്, അതിന്റെ പ്രാധാന്യവും അതിന്റെ പാഠങ്ങളും ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. 3 പാഠങ്ങളാണ്. എപ്പോഴും അല്ലാഹുവിനെ ഓർക്കുക, നന്ദിയുള്ള അടിമയായിട്ട് നമ്മൾ ജീവിക്കുക, തഖ്വയോടുകൂടി ഇനിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോവുക. വഅബുദ്, ഒരിക്കൽ കൂടെ ഞാൻ ഓതട്ടെ, ഒരിക്കൽ കൂടെ ശ്രദ്ധിച്ചു കേട്ടോ. വഅബുദ് റബ്ബക്, നീ നിന്റെ റബ്ബിനെ ഇബാദത്ത് ചെയ്യണം. ഹത്താ യഅതികൽ യഖീൻ, നിന്റെ മരണം വരുന്നത് വരെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാനുള്ള തൗഫീഖ് നൽകി അല്ലാഹു നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. റഹ്മാനായ റബ്ബേ, നിന്റെ കലാം ഞങ്ങൾ പഠിക്കുന്നുണ്ട്, നിന്റെ കലാം ഞങ്ങൾ മനസ്സിലാക്കുന്നത്, അതിനനുസരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. ഈമാൻ നൽകണേ റഹ്മാനെ, തഖ്വ നൽകണേ റഹ്മാനെ. മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. നിന്നെ ഞങ്ങൾ കാണുന്നില്ല എങ്കിലും നീ ഞങ്ങളെ കാണുന്നുണ്ടല്ലോ അല്ലാഹ്. ആ ബോധ്യത്തോടുകൂടി ജീവിക്കാനുള്ള തൗഫീഖ് നൽകി നിങ്ങളെല്ലാം അനുഗ്രഹിക്കണേ റഹ്മാനെ. വന്നുപോയിട്ടുള്ള പാപങ്ങളെല്ലാം നീ പുറത്തു മാപ്പാക്കി തരണേ റഹ്മാനെ. മരിക്കുന്ന സമയത്ത് പാപക്കറകളില്ലാതെ ഈ ലോകത്തോട് വിട പറയാനുള്ള തൗഫീഖ് നൽകി നിങ്ങളെല്ലാം അനുഗ്രഹിക്കണേ റഹ്മാനെ. പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടവരുണ്ട്. എല്ലാവരുടെയും നല്ല മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. രോഗികൾക്ക് നീ ശിഫ നൽകണേ അല്ലാഹ്. മാതാപിതാക്കൾ ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചവരാണ്, ഞങ്ങളെ സ്നേഹിച്ചവരാണ്, അവർക്ക് നീ ശിഫ കൊടുക്കണേ അല്ലാഹ്. സിഹത്ത് നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ്. റഹ്മാനെ, ആരോടും ഉറപ്പില്ലാതെ, പകയില്ലാതെ, ഉദ്ദേശമില്ലാതെ എല്ലാവരും ഇഷ്ടപ്പെട്ട് അതിലുപരി നിന്റെ തൃപ്തി കരസ്ഥമാക്കിക്കൊണ്ട് ഈ ലോകത്തോട് വിട പറയാനുള്ള തൗഫീഖ് നൽകി നിങ്ങളെല്ലാം അനുഗ്രഹിക്കണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ മിൻ ദുആഇനാ വസിയാമിനാ വഖിയാമിനാ വകുല്ലു മിൻ അഅമാലി സാലിഹാതിനാ യാ റബ്ബൽ ആലമീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. اللهم انصر اخواننا المسلمين في كل مكان، اللهم انصر اخواننا المسلمين في كل مكان. اللهم اعز الاسلام والمسلمين ودمر اعداءك اعداء الدين. اللهم انصر اخواننا المسلمين في فلسطين، اللهم ارحمهم، اللهم اغفر لهم. ربنا تقبل منهم من شهدائهم يا رب العالمين. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. امين 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 برحمتك يا ارحم الراحمين. والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.